എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് ധനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട 6 മാസത്തെ സാവകാശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് പെൻഷൻ മുടങ്ങാതിരിക്കാൻ 2025 ഡിസംബർ 31 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഈ ഒരു സമയപരിധി 6 മാസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. അതായത് 2019 ഡിസംബർ 31 മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നത്. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന് അനുമതിയുള്ളത്. ഇത് പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോൾ 1 ലക്ഷം രൂപക്ക് മുകളിലുള്ള നിരവധി പേരുടെ പെൻഷൻ റദ്ദായിരുന്നു. എന്നാൽ അത് സമർപ്പിക്കാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതിന്റെ സമയം ഇങ്ങനെ നീട്ടി നൽകുകയായിരുന്നു. ഇതിന്റെ അവസാനമായി സമയം നീട്ടിയത് 2025 ഡിസംബർ 31 വരെയായിരുന്നു. അതിലും സമർപ്പിക്കാത്ത നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി 2026 ജൂൺ 30 വരെ സമയം നീട്ടിയിട്ടുള്ളത്. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ട് കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇതിനകം, അതായത് നേരത്തെ ഇത് പറഞ്ഞതാണ്, ആ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകളാണ് എങ്കിൽ ഈ 6 മാസത്തിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സമർപ്പിക്കണം എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ മുടങ്ങാതിരിക്കാൻ ആ കാര്യം ചെയ്യണം. 6 മാസത്തെ സാവകാശം ഉണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനിടക്ക് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കാര്യം ചെയ്യേണ്ടതില്ല. 2000 രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇത് മുമ്പ് ചെയ്യാത്ത ആളുകൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ്. മസ്റ്ററിങ് ചെയ്യേണ്ടത് ആരൊക്കെ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. നമ്മൾ മസ്റ്ററിങ്ങിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ, മസ്റ്ററിങ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി പോയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത്. എല്ലാ മാസവും അതിനുള്ള അവസരമുണ്ട്. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാം. ഓരോ മാസം താമസിക്കും തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വലിയ താമസം ഇല്ലാതെ തന്നെ ലഭിക്കുന്നതാണ്. 20-ാം തീയതി കടമെടുപ്പ് ഉണ്ടാകും. 22-ാം തീയതിയൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകാനാണ് സാധ്യത. തീർച്ചയായിട്ടുള്ള ബാങ്ക്, ട്രഷറിയൊക്കെ അവധി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പെൻഷൻ വിതരണം ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എന്തായാലും കയ്യിലും ബാങ്കിലും ഒക്കെ ആയിട്ട് ഈ മാസം 31 മുമ്പ് തന്നെ ലഭിക്കുന്നതാണ്. ഈ മാസം 29 ബജറ്റ് ഉണ്ട്. അതിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അത്തരം അറിയിപ്പുകൾ പ്രാദേശികമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മെമ്പറുമായിട്ട്, വാർഡ് കൗൺസിലറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് നൽകുക. ഇല്ല എങ്കിൽ അത് കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.